صل على محمد وعلى آل محمد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ആരോരുമില്ലാത്ത, ആരും ശ്രദ്ധിക്കാത്ത ഭൂമിയിലെ, അതും മരുഭൂമിയിലെ പാറക്കെട്ടുകൾ കൂടിക്കിടക്കുന്ന ഒരു സ്ഥലം എല്ലാ സന്ദർഭവും ലോകം ശ്രദ്ധിക്കുന്ന ഒരു വലിയ കേന്ദ്രമായി മാറിയതിൻ്റെ ചരിത്രം കഅബാലയത്തിന് പിന്നിലുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാലങ്ങളോളം ദുആ ചെയ്ത് ഇനിയൊരു കുഞ്ഞുണ്ടാവുകയില്ല എന്ന് ആരും പറഞ്ഞു പോകുന്ന ഭൗതികാവസ്ഥയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ദുആ സ്വീകരിച്ച് ലഭ്യമായ ആ കുഞ്ഞിനെ മനുഷ്യവാസമില്ലാത്ത മക്കയിൽ താമസിപ്പിക്കണമെന്ന നിർദ്ദേശം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയപ്പോൾ യാതൊരു മടിയും കൂടാതെ ആരോരുമില്ലാത്ത ആ മണലാരണ്യത്തിൽ താമസിപ്പിച്ച് ഉടൻ നിർദ്ദേശം വരുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് പോകണം. ചോരപ്പൈതലിനെയും മാതാവിനെയും ഹാജറ ബീവിയെയും അവിടെ ഉപേക്ഷിച്ച് പോകുമ്പോൾ മഹദിയായ ഹാജറ ബീവിക്ക് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, അല്ലാഹു അമറക്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതാണോ ഇവിടെ എന്നെയും ഈ പിഞ്ചു പൈതലിനെയും ഉപേക്ഷിച്ച് ഇവിടുന്ന് പോകണം എന്നത് അള്ളാഹു പറഞ്ഞിട്ടാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു നഅം. പിന്നീട് ആ ഭാര്യയ്ക്ക്, ആ ഉമ്മാക്ക് പ്രതിഷേധമില്ല, വിഷമമില്ല, പ്രയാസമില്ല. ആരാണോ ഒട്ടും പ്രതീക്ഷക്ക് വകയില്ലാത്ത സന്ദർഭത്തിൽ കുഞ്ഞിനെ നൽകിയത്, ആ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് എന്നെയും കുഞ്ഞിനെയും ഇവിടെ ഉപേക്ഷിച്ചു പോകാൻ പറഞ്ഞതെങ്കിൽ ആ റബ്ബിൻ്റെ സംരക്ഷണം ഉണ്ടാകും, സംശയം വേണ്ട. ആ തവക്കുൽ ബോധം മഹദിയായ ഹാജറ ബീവിയിലുണ്ടായി. അവിടുന്ന് അത്ഭുതം സംഭവിച്ചുകൊണ്ട് സംസം വരികയാണ്. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ കഅബാലയത്തെക്കുറിച്ച്, മക്കയെക്കുറിച്ച് ലക്ഷങ്ങൾ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൻ്റെ കേന്ദ്രമായി, ശ്രദ്ധേയമായ കേന്ദ്രമായി അത് മാറുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു കുടുംബമുണ്ട്, അതിൻ്റെ പിന്നിൽ ഒരു കുടുംബത്തിൻ്റെ ചരിത്രമുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സമർപ്പണം, ഏറ്റവും നല്ല ദീനുള്ള തവക്കുലുള്ള ഒരു ഭാര്യ, അതേപോലെ തന്നെ ഉള്ള ഒരു മകൻ, ഈ മൂന്ന് പേരുമായി ബന്ധപ്പെട്ട ചരിത്രം
നമുക്ക് വിശുദ്ധ ഖുർആനിലും പ്രവാചക ചര്യയിലും വ്യാപകമായി കാണാൻ കഴിയും. മരുഭൂമിയായി കിടക്കുന്ന നമ്മുടെ കുടുംബത്തെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കീർണതകളും പ്രതിസന്ധികളും കൊണ്ട് നിറഞ്ഞ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പാഠങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന പിതാവിലും ഭർത്താവിലുമുണ്ട്. ഹാജറ ബീവി എന്ന ഉമ്മയിലും ഭാര്യയിലുമുണ്ട്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന മകനിലുണ്ട്. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടി കഅബ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചു. അപ്പോൾ മകനെ എങ്ങനെ വളർത്തണം, സത്യമാണെന്ന് ബോധ്യമായ ദീനുൽ ഇസ്ലാമിൽ തന്നോടൊപ്പം ചേർന്നുകൊണ്ട്, ഹദീസുകളിൽ കാണാം, കഅബ പടുത്തുയർത്താനുള്ള കല്ല് കൊണ്ടുവരുന്നു മകൻ, അത് പടുത്തുയർത്തുന്നു പിതാവ്. അപ്പോൾ ദീനീ കാര്യങ്ങളിൽ പിതാവിനോടൊപ്പം നമ്മോടൊപ്പം നമ്മുടെ മകൻ നമ്മുടെ മകൾ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകണമെന്ന അതിമഹത്തായ സന്ദേശം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതം നമുക്ക് നൽകുന്നു. മാത്രമല്ല, ആ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോഴും മോനെ, ഇതൊക്കെ റബ്ബ് സ്വീകരിക്കാൻ നിരന്തരമായി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്ന പടച്ചവനെക്കുറിച്ചുള്ള ബോധം നമ്മുടെ മക്കളിൽ നാം വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. സൂറത്തു ബഖറയിലെ 127 ആയത്തിൽ ഇത് പറയുമ്പോൾ തൊട്ടടുത്ത ആയത്തിൽ റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ദുആ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഇരുവരെയും നിനക്ക് കീഴ്പ്പെടുന്നവരാക്കുകയും ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് നിനക്ക് കീഴ്പ്പെടുന്ന ഒരു സമുദായത്തെ ഉണ്ടാക്കുകയും ഞങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ നീ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കുകയും ചെയ്യണമേ എന്ന് തുടങ്ങിയാണ് അടുത്ത ദുആ. അപ്പോൾ മുസ്ലിമായി ജീവിച്ചു മുന്നോട്ട് പോകാൻ, ആ കുടുംബത്തിലൂടെ ഒരു ഉമ്മത്ത്, അള്ളാഹുവിന് കീഴ്പ്പെടുന്ന ഒരു കുടുംബം, ഒരു ഉമ്മയും ഉപ്പയും വളരുമ്പോൾ അവരുടെ മുമ്പിൽ പടച്ചവനെ ഞങ്ങളിലൂടെ നിന്നെ ആരാധിക്കുന്ന കൂട്ടുകുടുംബമുണ്ടാകണം. ഞങ്ങൾക്കുണ്ടാകുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വളരുന്നു വരുന്ന ആ തലമുറയിലൂടെ പടച്ചവനെ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്, നിനക്ക് കീഴ്പ്പെടുന്ന ഒരു കുടുംബത്തെ, ഒരു ഉമ്മത്തിനെ നീ ഉണ്ടാക്കി തീർക്കണമേ. ഈ നിലപാട് നമുക്കുണ്ടാകണം. ഭാര്യയും ഭർത്താവുമായി ജീവിതം ആരംഭിക്കുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അവർ മുസ്ലിങ്ങളാകണം, പടച്ചവന് കീഴ്പ്പെടുന്നവരാകണം, പറ്റിപ്പോകുന്ന അബദ്ധങ്ങൾ റബ്ബിനോട് തൗബ ചെയ്യുന്നവരാകണം. അതിലൂടെ ഉണ്ടാകുന്ന തലമുറയും അങ്ങനെ തന്നെ ആകണം എന്ന ആഗ്രഹം മാത്രമല്ല, പ്രാർത്ഥനയും ഉണ്ടാകണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവിടെയും നിർത്തിയില്ല. റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഞങ്ങളുടെ രക്ഷിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് വീണ്ടും ദുആ ചെയ്യുന്നു. ഇതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൾപ്പിക്കുകയും വേദവിജ്ഞാനവും അഭ്യസിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ നീ അവരിൽ നിന്നും നിയോഗിക്കണമേ. 4000 കൊല്ലത്തിന് ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദുആക്ക് ഉത്തരം നൽകി. മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിലൂടെ ദഅവത്തു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ദുആഇൻ്റെ ഫലമാണ് ഞാൻ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രക്ഷിതാക്കൾ അവരുടെ കുടുംബത്തെയും കൂട്ടുകുടുംബത്തെയും മാത്രമല്ല, കാലങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന തലമുറയും റബ്ബിന് കീഴ്പ്പെടുന്നവരാകുവാനുള്ള ദുആ, പ്രാർത്ഥന നമ്മിൽ നിന്നും ഉണ്ടാകണം എന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന നമുക്ക് മനസ്സിലാകും. 132 ആയത്തിൽ സൂറത്തു ബഖറയിൽ നമുക്ക് കാണാം, വവസ്വാ ബിഹാ ഇബ്രാഹീമു ബനീഹി
ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുത്തെ സന്താനങ്ങൾക്ക്, അതേപോലെ തന്നെ യഅ്കൂബ് അലൈഹിസ്സലാമും വസ്വാബിഹി അവരെ കൽപ്പിച്ചു, അല്ലെങ്കിൽ വസിയത്ത് നൽകി, യാ ബുനയ്യ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈ ദീനിനെ വിശിഷ്ടമാക്കി തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത്. അപ്പോൾ ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ മക്കളോട് ഉപദേശിക്കുവാനുള്ള കാര്യം, മക്കളെ ദീൻ ഇസ്ലാം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള സമ്മാനമാണ്. വിശിഷ്ടമായി പടച്ചോൻ നമുക്ക് നൽകിയിട്ടുള്ളതാണ്. നമ്മൾ ആ ദീനനുസരിച്ച് ജീവിക്കണമെന്ന് ഉപ്പ മകനോട്, മകളോട്, മക്കളോട് നേരിട്ടും കൂട്ടമായും സംസാരിക്കണം, ഉപദേശിക്കണമെന്ന് മാത്രമല്ല, നമ്മൾ മരിച്ചു പോകുമ്പോൾ മുസ്ലിമായിട്ടല്ലാതെ മക്കളെ നമ്മൾ മരിച്ചു പോകരുത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ സന്തതികൾക്ക് വസിയത്ത് നൽകി എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. മാത്രമല്ല, സൂറത്തു സ്വാഫാത്തിലെ 37-ാം അധ്യായത്തിലെ 102-ാമത്തെ ആയത്തിൽ കാണാം, മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം വളർന്ന് വലുതായ സന്ദർഭത്തിൽ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫീ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ, മോനെ നിന്നെ ബലിയറുക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ വഹിയാണ്, എന്നാൽ സ്വഹാബികളുടെ സ്വപ്നങ്ങൾ വഹിയല്ല. ബാങ്ക് സ്വപ്നം കണ്ടു ഒരു സ്വഹാബി, അതാരും സ്വീകരിച്ചില്ല. റസൂലുള്ളത് സത്യപ്പെടുത്തിയപ്പോൾ എല്ലാവരും സ്വീകരിച്ചു. അപ്പോൾ ഒരു സ്വഹാബി സ്വപ്നം കണ്ടാൽ പോലും അത് ദീനിൽ തെളിവല്ല, റസൂലുള്ള സത്യപ്പെടുത്തിയാൽ മാത്രം. എന്നാൽ അമ്പിയാക്കന്മാരുടെ സ്വപ്നങ്ങൾ ദീനിൽ തെളിവാണ്. മോനെ, ഉപ്പ സ്വപ്നം കണ്ടിരിക്കുന്നു നിന്നെ അറുക്കുവാൻ വേണ്ടി, മാതാ തറ, മോൻ്റെ അഭിപ്രായം എന്താണ്? നോക്കൂ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹിയാണ് മകനെ അറുക്കണം. നമുക്കറിയാം, മകനെ അറുത്തിട്ടില്ല, അതൊരു പരീക്ഷണമായിരുന്നു. ഒരു ബലിമൃഗത്തെ ഇറക്കിക്കൊടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബലിമൃഗത്തെ അറുക്കാൻ പറഞ്ഞു. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം വീണ്ടും മുന്നോട്ട് പോയി. പലരും പറഞ്ഞു കേട്ടാൽ തോന്നും ഇസ്മായിൽ നബിനെ അറുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ചിലരൊക്കെ അവതരിപ്പിക്കുന്നത് കേട്ടാൽ തോന്നുക. ആയത്തും ഹദീസും പൂർണ്ണമായും പറയണം. ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിജയിച്ചു. അപ്പോൾ ഇവിടെ അതല്ല, ഇവിടെ മറ്റൊരു കാര്യം. ഒന്ന്, മോനെ അഭിസംബോധന ചെയ്ത ആ രൂപമൊന്ന് നോക്കൂ. യാ ബുനയ്യ, എൻ്റെ പ്രിയപ്പെട്ട മകനെ. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി നമുക്കിത് കാണാം. ലുഖ്മാൻ അലൈഹിസ്സലാം മകനോട് പറഞ്ഞെടുത്തുമൊക്കെ നമുക്ക് കാണാം. യാ ബുനയ്യ, എൻ്റെ പ്രിയപ്പെട്ട മകനെ, എൻ്റെ പ്രിയപ്പെട്ട മകളെ. മക്കൾ ആഗ്രഹിക്കുന്ന ഒരു വിളിയാണത്. മോനെ എന്ന വിളി, മോളെ എന്ന വിളി, അതേ നമ്മൾ വിളിക്കേണ്ടു. ദേഷ്യം പിടിച്ചാൽ വേണമെങ്കിൽ പേര് വിളിക്കാം, എന്നതിനപ്പുറത്ത് എടാപോടാ വിളികളും വൃത്തികെട്ട പദപ്രയോഗങ്ങളുമെന്ന് എത്ര ദേഷ്യം പിടിച്ചാലും മക്കളോട് പാടില്ല. യാ ബുനയ്യ, എൻ്റെ പ്രിയപ്പെട്ട മകനെ. ആ വിളി ഓമനത്തമുള്ള വിളിയാണ്, ഉത്തരം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വിളിയാണ്. ഇതേപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിതാവിനെ വിളിച്ചൊരു വിളിയുണ്ട്. യാ അബത്തി, എൻ്റെ പ്രിയപ്പെട്ട പിതാവേ. എല്ലാ ബഹുമാനവും ആദരവും വകവെച്ചു കൊടുത്തുകൊണ്ട് അതിനുശേഷം പറയാനുള്ളത് വിയോജിപ്പാണ്. പടച്ചോനുമായി ബന്ധപ്പെട്ട വിയോജിപ്പാണ്, അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. എന്തിനാണ് കാണുകയോ കേൾക്കുകയോ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തവേ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് പിതാവിനോട് പറയുമ്പോഴും ആ പറയുന്നതിൻ്റെ തുടക്കത്തിൽ പിതാവ് എന്ന അംഗീകാരം, ആ ഓമനത്വം, ആ ബഹുമാനം, യാ അബത്തി എന്ന പദപ്രയോഗത്തിൽ നമുക്ക് കാണാം. അപ്പോൾ വീടുകളിലെ വിളികൾ, മക്കളെ വിളിക്കേണ്ടത് എങ്ങനെ എന്ന് എത്ര പ്രായമായാലും, മക്കൾക്ക് മക്കളായാലും മകൾ മകൾ തന്നെയാണ്, മകൻ മകൻ തന്നെയാണ്. ആ ഒരു സന്ദേശം നമുക്ക് കിട്ടും. മാത്രമല്ല, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വഹി ഉണ്ടായിട്ടും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മകനോട് മാദാ തറ, മോനെ നിൻ്റെ അഭിപ്രായം എന്താ? അതെന്തിനാ സഹോദരങ്ങളെ ചോദിക്കുന്നത്? അള്ളാഹു പറഞ്ഞതല്ലേ അറുക്കാൻ? എന്നിട്ടും എന്താ മോനെ, പടച്ചോൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഞാനിങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്നു, മോൻ്റെ അഭിപ്രായം എന്താണ്? സഹോദരങ്ങളെ, കൂടിയാലോചന, കുടുംബത്തിലെ എല്ലാ വിഷയങ്ങളിലും കൂടിയാലോചന വേണം. പടച്ചവൻ നിർദ്ദേശിച്ച ഒരു കാര്യമായിട്ട് പോലും, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിർബന്ധമായും ചെയ്യുന്നൊരു കാര്യമായിട്ട് പോലും തൻ്റെ ആ മാനസികാവസ്ഥയിലേക്ക് മകനെ കൂടി എത്തിക്കാൻ
മകനോട് കൂടിയാലോചിക്കുന്നു. മകൻ ഏത് കോഴ്സിന് ചേരണം, ഉപ്പാക്ക് അഭിപ്രായമുണ്ട്, ഉമ്മാക്ക് അഭിപ്രായമുണ്ട്, മകനും അഭിപ്രായമുണ്ട്. മോനെ ഇന്ന കോഴ്സ് നമ്മൾ എടുത്താലോ, ഇന്ന സ്ഥലത്തായാലോ നമ്മുടെ പഠനം, അവനുകൂടി അവൾക്കുകൂടി പങ്കാളിത്തമുള്ള ഒരു ചർച്ച വീടുകളിൽ നടക്കണം. അപ്പോൾ വീടുകളിൽ നമ്മുടെ കുടുംബങ്ങളിലെ കൂടിയാലോചനയുടെ പ്രാധാന്യമാണ് സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതിലൂടെ നമുക്ക് ബോധ്യമാകുന്നത്. പല കുടുംബങ്ങളിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയാലോചനകളില്ല. ഞാനല്ലേ സമ്പാദിക്കുന്നത്, വേറെ ആരും വിഷമങ്ങളൊന്നും അറിയണ്ട, മക്കൾ അറിയണ്ട, അവർ പഠിക്കട്ടെ, എത്ര വേണമെങ്കിലും പണം ഞാൻ ചെലവാക്കും, അവർ പഠിച്ചു വലുതാകട്ടെ, അവളൊന്നും അറിയണ്ട. ഇസ്ലാം അങ്ങനെയല്ല. മറിച്ച് അവൻ അറിയണം, അവൾ അറിയണം, ഭാര്യ അറിയണം എന്താണ് നമ്മുടെ സാമ്പത്തികാവസ്ഥ. ഒരുപക്ഷെ കടം വാങ്ങിയും ഞെരുങ്ങിയും പ്രയാസപ്പെട്ടും നമ്മൾ പണം സമ്പാദിക്കുമ്പോൾ നമ്മൾ കടത്തിലാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മൾ കടത്തിലാണെന്നറിയണം. അപ്പോൾ അവരിൽ നമുക്ക് വേണ്ടി ദുആ ഉണ്ടാകും. മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ അത് സ്വീകരിക്കപ്പെടുന്ന ദുആകളിൽപ്പെട്ടതാണ്. അപ്പോൾ അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് മാത്രമല്ല, ഒരുപക്ഷെ മക്കൾ പറയും, ഉപ്പ ഈ പെരുന്നാൾ നമുക്ക് പുതിയ ഡ്രസ്സ് വേണ്ട. അവർക്കറിയാം ഉപ്പ 2 ലക്ഷം കടക്കാരനാണ്, പലരും ഫോൺ ചെയ്തും മെസ്സേജ് അയച്ചും ചോദിക്കുന്നുണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ ഇങ്ങോട്ട് പറയും, ഈ പ്രാവശ്യം വേണ്ട, കഴിഞ്ഞ ഒരു കല്യാണത്തിന് നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടല്ലേ ഉള്ളൂ എന്ന് മക്കൾ ഇങ്ങോട്ട് പറയുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ കുടുംബത്തിലെ ഷെയറിങ്, എല്ലാ കാര്യവും പരസ്പരം അറിഞ്ഞും പ്രാർത്ഥിച്ചും പരസ്പരം പ്രാർത്ഥിച്ചുമുള്ള ഒരവസ്ഥ, അതാണ് ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. മോനെ നിന്റെ അഭിപ്രായം എന്താണ് എന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ആ ഒരു കൂടിയാലോചനയിൽ അധിഷ്ഠിതമായ ചോദ്യം. അതുകൊണ്ട് കുടുംബം എന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ്. ഈ ഒരു ഉപ്പയും ഒരു ഉമ്മയും ഒരു മകനും, ഈ 3 പേരുടെ ചരിത്രം, ഈ 3 പേരുടെ സമർപ്പണം, അതല്ലേ ലോകം മുഴുവനും അങ്ങോട്ട് തിരിയുന്ന തരത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ആ പ്രദേശത്തെ, ആരോരുമില്ലാത്ത പ്രദേശത്തെ, കച്ചവട സംഘങ്ങൾ പോലും തിരിഞ്ഞു നോക്കാത്ത പ്രദേശത്തെ സംസം ഉയർത്തിക്കൊണ്ട് അവിടെ കച്ചവട സംഘങ്ങൾ നിർത്താൻ തുടങ്ങി. ഇവിടെ ആവശ്യത്തിന് വെള്ളം കിട്ടും, അതാ വരുന്നു, അവിടെ വീടുകൾ ഉണ്ടാകാൻ തുടങ്ങി, കച്ചവടങ്ങൾ തുടങ്ങി. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് ലോകം എല്ലാ അർത്ഥത്തിലും അങ്ങോട്ട് തിരിയുന്നൊരവസ്ഥ ഉണ്ടായത് റബ്ബിനെ പേടിച്ചുകൊണ്ടുള്ള ഒരു കുടുംബം അവിടെ ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന സർവ്വ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഈ 3 മഹാന്മാർ, ഒരു മഹദിയും 2 മഹാന്മാരും സ്വീകരിച്ചിട്ടുള്ള ദീൻ, അവർ ജീവിതത്തിൽ ദീൻ സ്വീകരിച്ചു എന്നതാണ്. നമ്മുടെ കുടുംബത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവും ആ ദീൻ തന്നെയാണ്. വറ്റി വരണ്ടുപോയ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് നനവുള്ള, തെളിവുള്ള, സന്തോഷമുള്ള ഒരു കുടുംബാന്തരീക്ഷത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. എങ്ങനെയാണെങ്കിൽ ദീനുള്ള ഒരു കുടുംബമാണ് നമ്മുടെ കുടുംബമെങ്കിൽ ഒരു കാരണവശാലും മയക്കുമരുന്നിൻ്റെ പിന്നാലെ പോയി സമാധാനം തേടേണ്ട ഒരു അവസ്ഥ നമ്മുടെ കുട്ടികൾക്കുണ്ടാവരുത്. അവർക്ക് വീട്ടിലെത്തിയാൽ മതി സമാധാനം. ഉമ്മയൊന്ന് ഫോൺ വിളിച്ചാൽ മതി, ഉപ്പയോടൊന്ന് സംസാരിച്ചാൽ മതി, അവരുടെ പ്രശ്നങ്ങൾ തീരും. എന്നാൽ ഉപ്പയൊന്ന് വിളിക്കുന്ന, ഉമ്മയൊന്ന് വിളിക്കുന്ന, എല്ലാം ഉപ്പയോടും ഉമ്മയോടും തുറന്നു പറയുന്നതിൽ നിന്നൊരു ഗ്യാപ്പ് വന്നാൽ, വീട്ടിൽ വന്നാൽ സമാധാനം ഇല്ലെന്ന് വന്നാൽ, സ്വാഭാവികമായും ദീൻ ലഭിക്കാത്ത അവസ്ഥയിൽ സമാധാനത്തിന് തെറ്റായ മാർഗങ്ങളിലേക്ക്, പലപ്പോഴും മയക്കുമരുന്നിൻ്റെ പേരിൽ പിടിക്കപ്പെടുന്ന മക്കളുടെ ഫോട്ടോ കാണുമ്പോൾ, ഏയ് എൻ്റെ മകൻ തന്നെയാണോ ഇത്, നമ്മൾ കണ്ട നമ്മുടെ കുടുംബത്തിലെ മകൻ തന്നെയാണോ ഇത് എന്ന് എല്ലാവരും അത്ഭുതപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നവരാണ് ഈ മഹാ അബദ്ധങ്ങളിൽ ചെന്ന് പെടുന്നത്. കാരണം സമാധാനത്തിൻ്റെ, ശാന്തിയുടെ മാർഗം, ആ മാർഗരേഖ വരച്ചു കൊടുക്കുന്നിടത്ത് നമുക്ക് തകരാറ് പറ്റി. അതുകൊണ്ട് പാരൻറ്റിങ്, കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക എന്നതിന് ഇസ്ലാം കാണിക്കുന്ന മാതൃകകൾ മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴാ മോനോട് ബിസ്മില്ലാൻ പറഞ്ഞത്? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും മോനെ, സെമ്മില്ലാ, പടച്ചോൻ്റെ പേരിൽ ഭക്ഷിക്കും മോനെ, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയണം എന്ന ടെക്സ്റ്റ് ബുക്കിന് പകരം
തൻ്റെ മുമ്പിൽ തൻ്റെ പേരക്കുട്ടികൾ ഇരിക്കുമ്പോൾ ആ ഭക്ഷണം എടുക്കുമ്പോൾ അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നു, മോനെ ബിസ്മില്ല എന്ന് പറ, മോനെ വലത് കൈ കൊണ്ട് ഭക്ഷിക്കൂ. ഇങ്ങനെ സാന്ദർഭികമായ ഉപദേശങ്ങൾ ഒരു വിദ്യാർത്ഥിയുടെ, ഒരു ആൺകുട്ടിയുടെ, പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ പഠനത്തിൻ്റെ വൻ യൂണിവേഴ്സിറ്റിയാണ് 5 വയസ്സുവരെയും അതിന് ശേഷവും അവൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ശിക്ഷണം. ഒരു മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം ഇസ്ലാമിക ശിക്ഷണമാണ് എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവർക്ക് കളിക്കാൻ പോലും, ഒരിക്കൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുജൂദിൽ കുറേ സമയം റസൂലുള്ള കിടക്കുന്നു. എന്താണെന്ന് മനസ്സിലായില്ല. എന്താ പ്രശ്നം? കുട്ടി പിന്നിൽ കയറിയതാണ്, പുറത്ത് കയറിയതാണ്. റസൂൽ അല്പസമയം ആ കുട്ടിക്ക് വേണ്ടി അവിടെ കിടന്നു കൊടുക്കുകയാണ്. അതാണ് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്ക് നമസ്കാരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമസ്കാരത്തിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നോ ഒന്നും അറിയരുത്. കുട്ടി ഒരു തട്ടിയിട്ട് മനുഷ്യൻ നിസ്കരിക്കുന്ന സമയത്ത് പുറത്ത് കയറുന്നു എന്ന് പറഞ്ഞ് ആക്രോശിച്ചില്ല മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുട്ടിയുടെ അവകാശം നമസ്കാരത്തിൽ പോലും വകവെച്ചു കൊടുക്കുന്ന ആ പ്രകൃതി മതമാണ് സഹോദരങ്ങളെ ഇസ്ലാം എന്ന് പറയുന്നത്. കുട്ടിയുടെ ശബ്ദം പിന്നിൽ നിന്ന് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് കേട്ടപ്പോൾ നമസ്കാരം സ്പീഡിലാക്കി, സൂറത്ത് സ്പീഡിൽ ചൊല്ലി. കാരണം ആ കുട്ടിയുടെ ഉമ്മയുടെ വിഷമം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വാധീനിച്ചു. അതെ, അതുകൊണ്ട് വീടെന്ന് പറഞ്ഞാൽ, കുടുംബമെന്ന് പറഞ്ഞാൽ ശാന്തിയും സമാധാനവും ലഭിക്കുന്ന ഒരവസ്ഥയിലായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നാൽ പിന്നീട് ഭാര്യമാർ സുരക്ഷിതരായി. ഇനി എനിക്ക് പ്രശ്നമൊന്നുമില്ല. ചില വീടുകളിലെ ഭർത്താക്കന് ഇനി എനിക്ക് പ്രശ്നം തുടങ്ങി, ഇനി ചുടുവെള്ളം ചോദിക്കും, അത് ചോദിക്കും, ഇത് ചോദിക്കും, എന്തുണ്ടാക്കിയാലും സമാധാനമില്ല, ഇനി എനിക്ക് പ്രയാസമായി എന്നല്ല സഹോദരങ്ങളെ. റസൂലുള്ളയാകുന്ന ഭർത്താവ് അവിടുത്തെ വീട്ടിൽ വന്നാൽ പിന്നീട് ഭാര്യമാർക്ക് സമാധാനമായി. ഇനി എല്ലാ വിഷയങ്ങളും കണ്ടറിഞ്ഞ് സഹായിക്കാൻ, മാവ് കുഴക്കാൻ, ഭക്ഷണം പാകം ചെയ്യാൻ, എല്ലാറ്റിലും എൻ്റെ ഭർത്താവ് ഉണ്ടാകുമെന്ന് ഓരോ ഭാര്യയും സമാധാനിച്ചു. ആ തരത്തിൽ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ഇരുമ്പും കാന്തവും പോലെ എവിടെ പോയാൽ എനിക്കെൻ്റെ വീട്ടിലെത്തണം, അവിടെ എൻ്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവിടെ എൻ്റെ വീട്ടിലേക്കുള്ള ഒരു ആകർഷണം. സഹോദരങ്ങളെ, അതുണ്ടാകണമെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചതുപോലെ പടച്ചവനെ, ഞാൻ എൻ്റെ മോനെ ഇവിടെ ആക്കി പോകുന്നത്, അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത്, നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ, അഥവാ റബ്ബിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന, റബ്ബിനോട് കീവണങ്ങുന്ന ആ ഇബാദത്ത് ചെയ്യുന്ന ഒരവസ്ഥ. അപ്പോൾ നമ്മുടെ വീടും പള്ളിയും തമ്മിൽ ഹോട്ട് ലൈൻ ബന്ധമായിരിക്കണം. എപ്പോഴും ഒരു രാജപാത പള്ളിയിലേക്കുണ്ടാകും. ഒറ്റക്കും കൂട്ടായും ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ നിന്നും വാഹനത്തിലും നടന്നും പുറപ്പെടും അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക്. നമ്മൾക്ക് അള്ളാഹു നൽകിയ ഭൂമിയിലെ ഭവനത്തിൽ നിന്ന് ഭൂമിയിലെ ഏറ്റവും വിശിഷ്ടമായ അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് സ്ഥിരമായ ഒരു രാജപാത നമ്മുടെ വീടുകളിൽ നിന്നുണ്ടാകണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. 7 വിഭാഗം ആളുകൾക്ക് ഒരു തണലുമില്ലാത്ത ലോകത്ത് അള്ളാഹു തണൽ നൽകും. അതിൽ ഒരു വിഭാഗം പള്ളികളുമായി ഹൃദയബന്ധം സ്ഥാപിച്ചവരാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഏത് കോഴ്സിന് ചേരണം, എത്ര ഫീസായാലും പ്രശ്നമില്ല, അവിടെ തന്നെ അഡ്മിഷൻ കിട്ടണം, ഒക്കെ നല്ലത് തന്നെ. അങ്ങനെ അഡ്മിഷൻ കിട്ടിയിട്ട് കുട്ടി വളർന്നിട്ട് എന്താ നമുക്ക് കിട്ടേണ്ടത്? എന്താ നമ്മുടെ കുടുംബത്തിനും ഈ സമൂഹത്തിനും കിട്ടേണ്ടത്? അത് കിട്ടാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു പിടിവറ്റ്, ഒരു കെമിസ്ട്രി വിദ്യാർത്ഥിയുടെ കയ്യിൽ കൊടുത്താൽ ആ ഒരു പിടിവറ്റ് ലാബ് അനാലിസിസ് നടത്തിയിട്ട് അതിൽ എത്ര കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജമുണ്ട്, ഫോസ്ഫസ് ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, ഇതൊക്കെ കൃത്യമായ ലാബ് അനാലിസിസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു കെമിസ്ട്രി വിദ്യാർത്ഥിക്ക് സാധിക്കും. അത് വലിയ വിവരം തന്നെയാണ്. എന്നാൽ ആ ഒരു പിടിവറ്റ് വിശക്കുന്നവന് കൊടുത്താൽ പുണ്യമാണ് എന്നൊരു വിവരമുണ്ട്. ആ വിവരം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടില്ല. ആ വിവരം അൽ കിതാബിൽ നിന്ന് കിട്ടും. ദാലിക്കൽ കിതാബിൽ നിന്ന്, വിശുദ്ധ ഖുർആനിൽ നിന്ന്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ മുകളിൽ ഭൗതിക വിദ്യാഭ്യാസം എത്രയും കൊടുക്കണം, ധാരാളം കൊടുക്കണം. പക്ഷേ അടിത്തറ പോയാൽ ബിൽഡിംഗ്
തകർന്നു പോകും. അതുകൊണ്ടാണ് ഏറ്റവും നല്ല എഞ്ചിനീയർ, ഫസ്റ്റ് ക്ലാസ് കിട്ടി, അത് എഞ്ചിനീയറിങ്ങിനും നല്ല മാർക്കായിരുന്നു, പക്ഷേ അദ്ദേഹം നിർമ്മിച്ച പാലം തകർന്നു പോയി. അദ്ദേഹത്തിന് വിവരമില്ലാഞ്ഞിട്ടല്ല. ഈ പാലം നിർമ്മാണത്തിന് മണലിലൂടെ, സിമന്റിലൂടെ, കമ്പിയിലൂടെ എത്ര കീശയിലാക്കാമെന്ന ഗവേഷണത്തിനിടക്ക് പാലത്തിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് ആലോചിക്കാൻ സമയം കിട്ടിയില്ല. അവിടെ ധാർമ്മിക ബോധമുണ്ടായിരുന്നുവെങ്കിൽ ഇത് എൻ്റെ ഒരു അമാനത്ത് കൂടി, എൻ്റെ ജോലി മാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള ഈ പാലം റബ്ബിൻ്റെ അടുത്ത് ഉത്തരം പറയേണ്ട ഒരു വശം എനിക്കുണ്ട് എന്ന അടിസ്ഥാന ബോധം ആ കുട്ടിക്ക് കിട്ടാതെ പോയപ്പോൾ വിവരമുള്ള എഞ്ചിനീയറുടെ പാലം തകർന്നു പോയെങ്കിൽ ആ അടിസ്ഥാന വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനം. ആ വിദ്യാഭ്യാസം ഇസ്മായിൽ എന്ന മകന് കിട്ടി. അതിൻ്റെ ഗുണം അവർ അനുഭവിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിയായ ജീവിതം നയിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ലോകത്തുണ്ടാകുന്ന ദുരന്തങ്ങൾ, ഇറാനിലെ പ്രസിഡൻറ്റും വിദേശകാര്യമന്ത്രിയും അതോടൊപ്പമുള്ള സംഘവും റോക്കറ്റ് അപകടത്തിൽ മരണപ്പെട്ടു എന്ന വാർത്ത നമുക്ക് കിട്ടി. ആ രാജ്യത്തിനും അവരുടെ കുടുംബത്തിനുമൊക്കെയുള്ള വിഷമത്തിൽ നമ്മൾ പങ്കുചേരുന്നു. അതോടൊപ്പം ഒരു വലിയ ആദർശപരമായ വിഷയം, അതുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകളിൽ നിന്ന് വീഡിയോകൾ നമുക്ക് ബോധ്യമാകും. ഒന്ന്, തകർന്നുപോയ വിമാനത്തിൽ നിന്ന് ഇവരുടെ മയ്യത്ത് കിട്ടാനുള്ള ആ വിഷമകരമായ തെരച്ചിലിൽ നിരന്തരമായൊരു വാക്ക് നാം യാ ഹുസൈൻ, ആ ബോഡി ഒന്ന് കാണിച്ചു തരണേ, യാ ഹുസൈൻ, യാ ഹുസൈൻ. നമ്മളൊരു പക്ഷേ കേരളക്കാരൊന്നും കൂടുതൽ കേൾക്കാത്തൊരു വിളിയാണത്. ആ ഒരു പ്രാവശ്യം പോലും യാ അല്ലാ, യാ റബ്ബ് എന്ന വിളി കേൾക്കുന്നില്ല. റബ്ബിൽ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. അപ്പോൾ ഇറാനിൽ അവർ ഔദ്യോഗിക മതമായി സ്വീകരിച്ച ഷിയായിസത്തിൻ്റെ ബേസ് എന്താണെന്ന്, മയ്യത്ത് നമസ്കാരം നമ്മളിൽ പലരും കണ്ടിരിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാമുള്ള വ്യതിരിക്തത നമ്മൾ പഠിക്കേണ്ടതാണ്. അഥവാ ലോകത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നതും ഷിഈ ആശയം എന്നതും രണ്ട് തരത്തിൽ വേർതിരിഞ്ഞു നിൽക്കുന്നു. ലോകാടിസ്ഥാനത്തിൽ എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണുമ്പോൾ തന്നെ വിശുദ്ധ ഖുർആനിൽ 17,000 ആയത്തുകൾ ഉണ്ട്, ബാക്കിയൊക്കെ ചില സഹാബികൾ എടുത്തു മാറ്റിയതാണ് എന്ന ജൂതവാദം എഴുതി വച്ചിട്ടുണ്ട് ഷിയ സഹോദരങ്ങളുടെ അൽ കാഫി തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിന് എതിര് ചെയ്തു എന്ന് വിശ്വസിക്കുന്നവരാണവർ. എന്ന് മാത്രമല്ല, ആദ്യത്തെ 3 ഖലീഫമാരുടെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയൽ അവർക്ക് പുണ്യമുള്ള കാര്യമാണ്. ഒരു മരണത്തോടനുബന്ധിച്ചത് പറയാൻ കാരണം, ആദ്യം സൂചിപ്പിച്ചതുപോലെ മരണം എന്നത് ആർക്ക് വന്നാലും ആ രാജ്യത്തിനും കുടുംബത്തിനുമൊക്കെയുള്ള വിഷമത്തിൽ മുസ്ലിങ്ങളാണെങ്കിലും അല്ലെങ്കിലും ഏത് വിഭാഗക്കാരാണെങ്കിലും അതിൽ നമുക്ക് വിഷമവും പ്രയാസവും ഉണ്ടാകും. എന്നാൽ ആശയപരമായ വിഷയങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ മറന്നു പോകരുത്. ലോകത്ത് ഏറ്റവും കൂടുതൽ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ അഹ്ലുസുന്നയുടെ പള്ളികൾ തകർക്കാൻ, അതേപോലെ അഹ്ലുസുന്നയ്ക്ക് ഒരു നിലനിൽപ്പ് നൽകാത്ത, അതിനെതിരെ യുദ്ധം ചെയ്യുന്ന അവസ്ഥയിലേക്കുള്ള മാനസികാവസ്ഥ ഇറാനിലെ ആശയങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ കൂടി ചേർത്ത് നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിം സമുദായത്തിലേക്ക് വന്ന വിശ്വാസപരമായ വൈകല്യങ്ങളുടെ എല്ലാം അടിത്തറ യഥാർത്ഥത്തിൽ ഷിയായിസമാണ്. അബ്ദുല്ലാഹിബിൻ സബ എന്ന് പറയുന്ന ജൂതൻ ഇസ്ലാം സ്വീകരിച്ചതായി അഭിനയിച്ചു. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. എന്നിട്ട് പ്രവാചക കുടുംബത്തെക്കുറിച്ചുള്ള സ്നേഹം പറഞ്ഞ് അദ്ദേഹം ആളുകളെ വിളിച്ചുകൂട്ടി. അവസാനം അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള പ്രവാചകൻ്റെ മകളെ വിവാഹം കഴിച്ച അലിയാരല്ലേ യഥാർത്ഥത്തിൽ 1ാമത്തെ ഖലീഫയാകേണ്ടത്? ഇത് പറയാനായിരുന്നു ആ സ്നേഹം മുഴുവനും പറഞ്ഞത്. ആ 3 ഖലീഫമാരെ അവരെല്ലാം അധികാര പ്രേമികളായി അവതരിപ്പിച്ചുകൊണ്ട് ആദ്യത്തെ യഥാർത്ഥത്തിൽ ഖലീഫയാകേണ്ടിയിരുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന ജൂത ആശയമാണ് ഇസ്ലാമിൽ ഭിന്നിപ്പിൻ്റെ തുടക്കം കുറിക്കാൻ അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം
അത്തരം കാര്യങ്ങൾ. നമ്മുടെ മയ്യത്ത് നമസ്കാരമേ അല്ല അവരുടെ മയ്യത്ത് നമസ്കാരം, നമ്മുടെ ചടങ്ങുകളേ അല്ല അവരുടെ ചടങ്ങുകൾ എന്നത് ഇവിടെ ചേർത്ത് പറയുന്നത് ആശയപരമായ വ്യതിരിക്തത നമുക്ക് മനസ്സിലാക്കാനാണ്. ഈ സാഹചര്യത്തിൽ പുതിയൊരു വിദ്യാഭ്യാസ വർഷത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ അവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കാനുള്ള കൂടിയാലോചനകൾ ധാരാളമായി വേണം. അതോടൊപ്പം നമ്മുടെ കുട്ടികളുടെ കഴിവെന്ത്, അവരുടെ വാസന എന്ത്, അവരുടെ കഴിവ് മൊത്തം ഒരു ഭാഗത്ത്, ഉപ്പയുടെ ആഗ്രഹം മറുഭാഗത്ത് ഒരിക്കലും പാടില്ല. അതിനാവശ്യമായ കൗൺസിലിങ്ങും ചർച്ചയും എല്ലാം നടത്തിയിട്ട് വേണം നമ്മുടെ മക്കളെ കോഴ്സുകൾക്ക് ചേർക്കാൻ. കോഴ്സുകളിൽ തന്നെ ഏത് വിഷയങ്ങൾ അവർ പഠിക്കണം എന്ന് തിരഞ്ഞെടുക്കാനും. എല്ലാവരും ഡോക്ടറാകണം, എല്ലാവരും എഞ്ചിനീയർ ആകണം എന്ന് ചിന്തിക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ആ വാസന ഇല്ലെങ്കിൽ പിന്നീട് അവനതൊരു ഭാരമായി ആ കണ്ണീര് നമ്മൾ തന്നെ കാണേണ്ടി വരും. അതുകൊണ്ട് അവരുടെ അഭിരുചി എന്തെന്നും അവർക്ക് പുതിയ അഭിരുചികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ചർച്ചകളിൽ വരണം. അതോടൊപ്പം വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും പഠിക്കുവാനുള്ള അവസരം മതപരമായ വിദ്യാഭ്യാസം നേടുന്നവരാണെങ്കിലും ഭൗതിക വിദ്യാഭ്യാസം നേടുന്നവരാണെങ്കിലും ഉണ്ടാകണം. അതോടൊപ്പം ഒരു സന്തോഷ വാർത്ത, നമ്മുടെ കണ്ണൂരിനടുത്ത് വാരത്ത് കഴിഞ്ഞ വർഷം ആരംഭിച്ചിട്ടുള്ള ദാറുൽ ഫുർഖാൻ, ആ ദാറുൽ ഫുർഖാൻ സ്ഥാപനത്തിൽ ഈ വർഷം മുതൽ SSLC +2 കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികൾക്ക് വീടുകളിൽ നിന്ന് വന്നു പോകുന്ന തരത്തിൽ വിശുദ്ധ ഖുർആനും ദീനിയായ മറ്റ് കാര്യങ്ങളും പഠിക്കുവാനുള്ള കോഴ്സ് ആരംഭിക്കുകയാണ്. ആ നിലക്ക് താല്പര്യമുള്ള പെൺകുട്ടികളെ നമുക്ക് പറഞ്ഞയക്കാം. ദിവസവും പോയി വരുന്ന 8:30 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് കോഴ്സ് നടക്കുന്നത്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം നമ്മുടെ പ്രദേശത്തുള്ള SSLC +1 +2 ഡിഗ്രി തലത്തിൽ പഠിക്കുന്നവർക്ക് ഒരു സീനിയർ മദ്രസ, അവരേത് കോഴ്സിന് പഠിക്കുകയാണെങ്കിലും എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണി മുതൽ 8:30 വരെ 1.5 മണിക്കൂർ സമയം അവർ സ്ഥിരമായ മദ്രസ സംവിധാനം, കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ CRE എന്ന സംവിധാനം ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച രാവിലെ 9 മണിക്ക് തയ്യിലിൽ വെച്ച് തുടക്കം കുറിക്കുകയാണ്. രക്ഷിതാക്കളും കുട്ടികളുമൊക്കെ അവിടേക്ക് എത്തിച്ചേർന്ന് സ്ഥിരം മദ്രസ സംവിധാനം ആഴ്ചയിൽ 1 മണിക്കൂർ എന്നത് നമ്മുടെ ആവശ്യമാക്കി മാറ്റുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ വിശ്വാസിനികളായ എല്ലാവർക്കും അല്ലാഹുമ്മ ഉഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിന് പുറപ്പെട്ടിട്ടുള്ളവരും പുറപ്പെടാനുള്ളവരും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ യാത്രയും കർമ്മങ്ങളും എല്ലാം